യുവരാജ് ഒരു മറുപടി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ട്. ആ നിയമവ്യവസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എയർപോർട്ടിലൂടെ സ്വർണം കൊണ്ടുവരുന്നുണ്ട്, ഈ സ്വർണം പിടിക്കപ്പെടുന്നുണ്ട്. എത്ര പിടിക്കപ്പെട്ടിരുന്നാലും ശരി തന്നെയാണ്, വീണ്ടും അവരതിനകത്തുകൂടി കൊണ്ടുവരുന്നുണ്ട്. കാരണം ആ നിയമം വളരെ ദുർബലമായിട്ടാണ് നിൽക്കുന്നത്. അത് ദുർബലമായി നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഗൾഫുകാർ ഇപ്പോൾ കുറച്ച് സ്വർണം കൂടുതൽ കൊണ്ടുവരുന്നു. ചിലപ്പോൾ അവർ കഴുത്തിലിട്ടുകൊണ്ട് വരും, ചിലപ്പോൾ പോക്കറ്റിലെടുത്തിട്ടിട്ട് വരും. ഇത് പിടിക്കപ്പെട്ട് കഴിയുമ്പോഴും അവർക്കെതിരായിട്ട് കർക്കശമായിട്ട് നിലപാടെടുക്കാൻ പറ്റില്ല, നിയമം എടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഫൈനോ ടാക്സോ എന്താണെന്ന് വെച്ചാൽ അടച്ചിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് നിലനിൽക്കുന്നത്. ഇതിനെ മുതലെടുത്തുകൊണ്ടാണ് ഈ ശരീരത്തിനുള്ളിൽ ഈ പറയുന്ന പോലെ സ്വർണം കടപ്പിച്ച് കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ നിയമം മാറേണ്ടുന്ന സാഹചര്യം ആയിട്ടുണ്ട്. ഷാജഹാൻ സാറ് പറയുന്നത് വളരെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ എത്രയൊക്കെ പിടിക്കപ്പെട്ടിരുന്നാലും ശരി തന്നെയാണ്, കുറച്ച് പൈസ ഫൈനായിട്ട് അടച്ചിട്ട് ഊരിക്കൊണ്ട് പോകാം എന്ന് അവർക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് നിർലോഭം ഇത്തരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും കസ്റ്റംസിനകത്തുള്ള കുറച്ച് ഉദ്യോഗസ്ഥരെ അവർ കയ്യിലെടുത്തിട്ടുണ്ടാവും, പൈസ കൊടുത്തിട്ടൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടാവും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ചില എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒളിച്ചോടി നമുക്ക് പോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ 100 പേരും സത്യസന്ധരൊന്നും അല്ല, അതിനകത്ത് ഒരുപാട് പുഴുക്കുത്തുകൾ ഉണ്ടാവും. അപ്പോൾ അതൊരു എന്താണ്, ഞാൻ പറഞ്ഞ് കൈ കഴുകി പോകുന്നതൊന്നുമല്ല. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടാവും. അത് പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ച് പല സ്ഥലത്ത് അവർ എത്തിപ്പെടുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. ഇത് പുറത്തേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഈ പറയുന്ന സ്വർണ്ണ പൊട്ടിക്കലിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അതൊരു ലോ ആൻഡ് ഓർഡർ വിഷയമാണ്. അങ്ങേക്കറിയാം, ഞാൻ പറഞ്ഞു തരേണ്ടുന്ന സാഹചര്യമൊന്നുമല്ല. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ കയറിയിട്ട് കേന്ദ്രത്തിനൊരു പരിധി വിട്ട് വേറൊരു തലത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് പിന്നീട് പർട്ടിക്കുലർലി കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ എന്താകും പിന്നെ അതിൻ്റെ നറേറ്റീവ് എന്നുള്ള കാര്യം അങ്ങേക്ക് രാഷ്ട്രീയമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു MLA സംബന്ധിച്ചെടുത്തിട്ടാണ് ആരോപണം വന്നിരിക്കുന്നത്. ആ ആരോപണം എന്താണ്, അദ്ദേഹം ഫോൺ ചോർത്തിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു, പിന്നെ പറയുന്നു അല്ല എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ടതാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ്ലി കയറി ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇതിനകത്തൊരു പ്രൊവിഷൻ എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കേന്ദ്രത്തിന്റെ ഇപ്പോൾ CBI എൻക്വയറി സ്റ്റേറ്റ് ഗവൺമെന്റ് പറയണം. അനിൽ നമ്പ്യാർ അനുഭവിച്ചതാണ് കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യല്, നമ്മൾ മറക്കരുതത്. ഇല്ല, ഞാനൊന്നും മറന്നുകൊണ്ടല്ല സാർ സംസാരിക്കുന്നത്. അങ്ങയുടെ കൺസേണിനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആ സെന്റിമെന്റ്സിനോട് ഫുൾ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ നിരാകരിച്ചുകൊണ്ടോ അങ്ങയുടെ ആശങ്കയെ തള്ളിക്കളഞ്ഞുകൊണ്ടോ അല്ല സംസാരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയമായ സാഹചര്യം ഞാൻ ഷാജഹാൻ സാറിനെ പഠിപ്പിക്കാനും വേണ്ടി വളർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ചെറിയൊരു ഇടപെടൽ നടന്നു കഴിഞ്ഞാൽ തന്നെയും ഫെഡറൽ സംവിധാനത്തിനെ തകർക്കുന്നു, കേന്ദ്രം കേരളത്തിനെ ഞെക്കിപ്പിഴയുന്നു, ഇവിടുത്തെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു, ഇവിടെ ഒരു ഇടപെടലും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പരാതി. വെല്ലുവിളികൾ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞോട്ടെ സാർ. അപ്പൊ ഈ പറയുന്ന ആൾക്കാർ ആരും ഉണ്ടാവില്ല. ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ മുഴുവൻ, സാംസ്കാരിക നായകര് മുഴുവൻ, രാഷ്ട്രീയ നിരീക്ഷകര് മുഴുവൻ, ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്താണ് നിലപാടെടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. ഇപ്പൊ ബംഗാളിൽ RG-കർ മെഡിക്കൽ കോളേജിൽ ഇഷ്യൂ നടക്കുന്നുണ്ട്. അവിടെ കേന്ദ്രം കയറി ഒരു പരിധി വിട്ടൊരു നടപടിയെടുത്ത് നോക്കട്ടെ, നമുക്ക് കാണാം നമ്മുടെ നാട്ടിലുള്ള സാംസ്കാരിക നായകന്മാർ മുതൽ അവാർഡ് വാപ്പസി ഗ്യാങ് വരെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത് നടക്കട്ടെ, ജുഡീഷ്യൽ അന്വേഷണം നടക്കുകയല്ലേ, വരട്ടെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം.